ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേ നമുക്ക് ജൂൺ മാസത്തെ ജേണൽ ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളികൾ ഇങ്ങനെ വരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു കള്ളി ബുക്കില്ലേ, അതുമ്മ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി ലൈൻസ് വരച്ചെടുത്തിരിക്കണേ. പിന്നെ ഇംഗ്ലീഷ് ബുക്കിന്റെ ചെറിയൊരു പീസ് പേപ്പർ മുറിച്ചൊട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് ഒരു ഫ്ലവേഴ്സിന്റെ ഇത് ഞാൻ ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു സ്ട്രിപ്പ് കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൂവിനൊന്ന് കളർ ചെയ്തെടുക്കുക കേട്ടോ. നടുവിൽ ഒരു യെല്ലോ കൊടുത്തു, പിന്നെ ഒരു ബ്ലൂ കൂടിയ ഒരു പർപ്പിൾ കളറാണത്, അതും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ കളർ അടിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരു പർപ്പിൾ കളറ് ലെവൻഡറിന്റെ ഒരു രീതിയിൽ അടിച്ചു വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ജേണൽ പേജുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആ ബട്ടർഫ്ലൈക്ക് കളർ ഉണ്ടായിരുന്നില്ല, ഞാനെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അടിച്ചത്. അപ്പോൾ ബട്ടർഫ്ലൈക്ക് കളർ അടിച്ചു കൊടുത്തു. എഴുതിയേക്കുന്നതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ലൈറ്റ് യെല്ലോ വെച്ചിട്ട്. ഇതും അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ജേണൽ പേജുകൾ തന്നെ കുറെ ഞാനിങ്ങനെ ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഓരോ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇടയിൽ. പക്ഷെ ഇതിന്റെ അർത്ഥമൊക്കെ എന്താന്ന് പോലും ഞാൻ നോക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല, ഇംഗ്ലീഷിൽ വലിയ അറിവൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂള് മലയാളം മീഡിയമാണ് ഞാൻ പഠിച്ചത്. വലിയ ഇംഗ്ലീഷിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇംഗ്ലീഷൊന്നും ഇപ്പോഴും അറിയില്ല. പിന്നെ ഇന്നത്തെ പോലെ എയ്ഡഡ് സ്കൂളുകളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഇംഗ്ലീഷ് മീഡിയവും അന്ന് ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷ് മീഡിയം ഉള്ളത് തന്നെ പ്രൈവറ്റ് സ്കൂളുകൾ, ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്കൂളുകളൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. കാര്യം LKG UKG ഒക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 1ാം ക്ലാസ്സിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യം, ഞങ്ങൾ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ആകെ ഒരു സ്കൂൾ മാത്രമാണ് പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഫീസും ഒരുപാട് കൊടുക്കണം. അതോടുകൂടി എല്ലാ ഇൻട്രസ്റ്റും പോയി, അങ്ങനെ നടന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കളർ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പൂവിന് ഒരു ബ്ലൂ കളറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലൂ കളർ ബട്ടർഫ്ലൈ അടിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ജൂൺ ഉള്ളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ലേ, അവിടെ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് പെന്നും കൊണ്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ജൂൺ മാസത്തിലാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മോന്റെ ബർത്ത്ഡേ വരുന്നതും ഈ ജൂണിലാണ് കേട്ടോ. അപ്പൊ ഈ ജൂണിലെ ജേണൽ ഒരു ഇച്ചിരി ഭംഗിയാവട്ടെ എന്ന് കരുതി അതുകൊണ്ട് ബട്ടർഫ്ലൈസിനെയും പൂക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട റോസിനെയും കൊണ്ടുവന്നിട്ടു. പിന്നെ എനിക്ക് കണിക്കൊന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോസ് കഴിഞ്ഞ് എനിക്ക് കണിക്കൊന്നയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂവ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പൂവ് ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പൊ എന്നും പറയുന്ന പോലെ ഈ ജേണൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ജേണൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അടുത്തത് നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കാണാം. ബൈ.